ഹേ ഫ്രണ്ട്സ്, ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. പക്ഷേ സമൂസ ആയിട്ടല്ല. ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എല്ലാ സ്നാക്സിലും ഇടുന്ന മസാല തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മസാല വെച്ച് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചീസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വലുപ്പത്തിൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ട് അത് നമ്മൾ കറക്റ്റ് പകുതിയായിട്ട് മടക്കുക. എന്നിട്ട് അത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷീറ്റിൽ തന്നെ നമുക്ക് 4 പീസായിട്ട് കിട്ടും. അപ്പം ഞാൻ മാളൂട്ടിക്ക് ചെറുത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ ലാസ്റ്റ് എനിക്ക് തോന്നി എല്ലാവർക്കും ഈ ഒരു വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. കാരണം നമ്മൾ മറ്റേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല വലുപ്പം ഉണ്ടാകും. പിന്നെ ഒരാൾക്ക് ഒരെണ്ണം തന്നെ കഴിച്ചാൽ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് വയറ് നിറയും. ചെറുത് ഉണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ വെച്ചിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ചെറിയ പീസ് ചീസ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് എഗ്ഗിലും ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മാളൂട്ടിയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ബ്രെഡ് ക്രംസിൽ മുക്കുന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കണം. അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിക്കാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ആ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.